ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ സുധീനെ ഇന്നലെ ഭിക്ഷ യാചിക്കുന്നിടത്തുനിന്ന് സച്ചിയും രേവതിയും കൂടി പിടിച്ചു വന്നല്ലോ. സച്ചി രേവതിയോട് പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ കൊടുന്ന് സുധി കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കുമ്പോൾ ഇറങ്ങി വാടാന്ന് പറയുമ്പോൾ എന്നെ വേഷത്തിൽ കണ്ട അച്ഛനും അമ്മയും വിഷമിക്കുന്നു പറയാണ് സുധി. എന്തായാലും നീ പ്രച്ഛന്ന വേഷത്തിന് പോയതാന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി സുധിക്ക് ധൈര്യം കൊടുത്തിട്ട് സുധീനെ കാറിൽ നിന്ന് ഇറക്കിയിട്ട് സച്ചി രേവതിയും കൂടിയിട്ട് അകത്തേക്ക് ആദ്യം കയറുമ്പോൾ സച്ചിനെ രേവതിനെ കാണുമ്പോൾ ചന്ദ്രമതി ദേഷ്യത്തോടുകൂടി മുഖം തിരിച്ച സമയത്ത് പെട്ടെന്ന് സുധി കയറി വാ പറയാണ്. അപ്പോൾ ചന്ദ്രമതി നോക്കുമ്പോൾ സുധീനെ കാണാം. പക്ഷെ സുധിയെന്ന് മനസ്സിലായ ഒരു ഭിക്ഷക്കാരൻ. അപ്പോൾ ചന്ദ്രമതി പറയാണ്, അയ്യേ നീ എവിടുന്ന ഈ ഭിക്ഷക്കാരനെയും കയറ്റിയിട്ട് വരണ സച്ചി? നിൻ്റെ കൂട്ടുകാരന്മാർ ഇവിടെ വന്ന് തീറ്റയും കൂടിയൊക്കെ പതിവപ്പോൾ വന്ന് പിച്ചക്കാരെ അകത്തേറ്റി സൽക്കരിക്കാൻ തുടങ്ങിയ നീ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി സച്ചിയോട് ചൂടാവണു. ഇതിനെ കണ്ടാൽ തന്നെ അറിയാം തേച്ചിട്ടും കുളിച്ചിട്ടും ഒരു വർഷമായിന്ന്. വേഗം എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട് സച്ചി, അകത്തേക്കൊന്നും കയറ്റണ്ട, അവനെ പുറത്താക്കിയിട്ട് പടിയടക്കി എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. അപ്പോൾ സച്ചി പറയാണ്, അമ്മ സൂക്ഷിച്ച് സംസാരിക്കുക, വാക്കുകൾ പുറത്തേക്ക് വിട്ടാൽ പിന്നെ എടുക്കാൻ പറ്റില്ല അമ്മേ. ഇപ്പോൾ വന്ന് പിച്ചക്കാരുടെ കൂടെയായി അവന് കൂട്ട് എന്നൊക്കെ പറയണം. അപ്പോൾ രേവതി, അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, അമ്മ എന്തറിഞ്ഞിട്ടാ, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും മിണ്ടണ്ട, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരായിട്ടാണ് കൂട്ട്. എനിക്ക് കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക. ഇതിനെ പടിയുടെ പുറത്താക്കിയിട്ട് വാതിലടക്കി. കണ്ടില്ലേ രവിയേട്ട ഇവർ കൂട്ടിക്കൊണ്ട് വന്നേക്കണ ആളെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് രേവതി പഴയ ചോറ് വല്ലതും ഉണ്ടെങ്കിൽ വേഗം കഴിക്കാൻ കൊടുത്തിട്ട് ഇതിനെ പറഞ്ഞു വിട് പറയാണ് രേവതിയോട്. അപ്പോൾ സുധി അമ്മയെ വിളിക്കുകയാണ്. അപ്പോൾ ഭിക്ഷ യാചിക്കുന്ന ശബ്ദത്തിന് സുധിയുണ്ട്, എനിക്കിങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ട് വിളി കേൾക്കുമ്പോൾ. നീ എന്തിനാ എന്നെ അമ്മയെന്നൊക്കെ വിളിക്കണേ? അയ്യോ ഇത് കുളിച്ചിട്ട് എത്ര കാലമായിണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാവാണ്. അപ്പം ആ സമയത്ത് സുധി പറയും, ഇത് ഞാനമ്മേ. സുധി പറയാണ്, സുധിയോ നീ എന്താടാ മോനെ നീ എന്ത് കോലാടാതെ, നിനക്ക് എന്ത് പറ്റിയിടാന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതി കരഞ്ഞിട്ട്. അപ്പോൾ സച്ചി പറയാണ്, ഇങ്ങനെ അമ്പലത്തിൽ ഭിക്ഷയ്ക്ക് ഇരിക്കുകയെന്ന് ഞങ്ങൾ അവിടെ നിന്ന് കൂട്ടിയിട്ട് വന്ന എൻ്റെ മോനെ, നിനക്ക് എന്ത് പറ്റിയിട, നിനക്ക് എന്താടാ അങ്ങനെ തോന്നിയതെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ഉറക്കെ കരയാണ്. എന്നിട്ട് രവിയേട്ടനോട് പറയാണ്, രവിയേട്ട നമ്മുടെ മോൻ്റെ കോലം കണ്ടില്ലേ, നമ്മുടെ മോന് ഇത് എന്താ പറ്റി? അപ്പോൾ രവീന്ദ്രനും ഭയങ്കര വിഷമമായിട്ടിരിക്കണം. എന്തിനാ സുധി നീ ഇത് ചെയ്തത്? എന്താ നിനക്ക് ഇത്ര വലിയത്? നീ എന്തിനാ ഭിക്ഷയ്ക്ക് ഇരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയോട് സംസാരിക്കണം. ശ്രുതി നിനക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോഴേക്കും ശ്രുതിയും വരികയാണ്. ശ്രുതി വന്നിട്ട്, ഇത് ശ്രുതിയാണോ? എന്താ ശ്രുതി പറ്റിയത്? ശ്രുതിക്ക് ഞാനില്ലേ? ശ്രുതി എന്തിനാ ഭിക്ഷയ്ക്ക് ഇരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, നീ എനിക്ക് പൈസ തന്നില്ല, നിൻ്റെ അച്ഛൻ ചെയ്യില്ല എന്ന് പറഞ്ഞു നീ എനിക്ക് പൈസ തന്നില്ല. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയും പൈസ തന്നില്ല. അപ്പം ഞാനൊരു സ്വാമിജിയുടെ അടുത്ത് പോയപ്പോൾ സ്വാമിജി പറഞ്ഞു ഒരു ദിവസം മുഴുവൻ ഭിക്ഷയ്ക്ക് ഇരുന്നിട്ട് ആ ഭിക്ഷപ്പണം കാണിക്കായിട്ട് ഇട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അതിന് നിന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, ഞാൻ രേവതി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. അപ്പോൾ രേവതി പറയാണ്, ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ ഇദ്ദേഹം കുറേ പിച്ചക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കണുണ്ടത്. അപ്പോൾ തന്നെ ഞാൻ സച്ചിയേട്ടനെ വിളിച്ചു, വരാൻ കൂട്ടാക്കിയില്ല, പക്ഷേ ഞാൻ ബലമായിട്ട് കൊണ്ടുവന്നതാന്ന് പറയുന്നു സച്ചി. ചന്ദ്രമതി സുധിയുടെ അവസ്ഥ കണ്ടിട്ട് പൊട്ടിക്കരയാണ്. നമ്മുടെ വീടും സ്ഥലം പോകണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ സുധി ഞാൻ തരില്ല എന്ന് പറഞ്ഞെന്നൊക്കെ പറയാണ്. എന്നിട്ട് ശ്രുതി പറയും, വാ സുധി നമുക്ക് പോവാമെന്ന് പറയാണ്. സച്ചി പറയും, പൗഡറെത്തി. അപ്പോൾ സുധീനെ തൊടാൻ പറയും, പൗഡറെത്തി അവന് തൊടണ്ട, കാരണം അവൻ്റെ ഈ ഡ്രസ്സ് വേറൊരു ഭിക്ഷക്കാരൻ്റെയാണ്, അതൊന്നും കഴുകിയിട്ട് പോലും ഇല്ല, പൗഡർ എടുത്ത് തൊടണ്ട പറയണ. സുധി വാ പറഞ്ഞിട്ട് സുധീനെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി വാതിലടച്ച് കുറ്റിയിട്ട് സുധിയോട് ചോദിക്കുകയാണ്. സുധീനെ കുറേ അടിച്ചിട്ട് പറയണേ, എന്താ സുധിക്ക് ഇതിൻ്റെ ആവശ്യം? സുധിക്ക് ഞാനില്ലേ, ആരും ഇല്ല എന്ന് വിചാരിച്ചോ? ഞാനില്ലേ സുധിയുടെ കൂടെ? സുധി എന്തിനാ അങ്ങനെ ഇതാവണം, എന്തിനാ ഈ പണിക്ക് പോയി എന്നൊക്കെ വെച്ചിട്ട് സുധീനെ കെട്ടിപ്പിടിച്ച് ആ ഭിക്ഷക്കാരൻ്റെ വേഷത്തോട് കൂടിയിട്ട് തന്നെയുള്ള സുധീനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് ശ്രുതി. അതങ്ങനെ ഒരു വശത്ത്. മറുവശത്ത് വർഷ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ ശ്രീകാന്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോട് പറയുന്നു, ശ്രീകാന്ത് ഇല്ലേ എവിടെ ചോദിക്കുമ്പോൾ ഉണ്ട് പറയുമ്പോൾ പറയും, എനിക്ക് ശ്രീകാന്തിനെ ഒന്ന് കാണണം എന്ന് പറയാണ്. അപ്പോൾ ശരി വർഷ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ശ്രീകാന്തിനോട് പറയാൻ പറഞ്ഞിട്ട് അവൻ്റെ കൂട്ടുകാരൻ പോയിട്ട്, ശ്രീകാന്തെ നിന്നെ കാണാൻ വർഷ വന്നിട്ടുണ്ട് പറഞ്ഞു. നീ എന്തിനാ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ലീവാന്ന് പറയാമെന്നില്ലേ ചോദിച്ചു. എന്തിനാ ഞാനത് പറയണേ, നീ ലീവാന്ന് പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ അവളെ കാണുക പറയുമ്പോൾ അങ്ങനെ ശ്രീകാന്ത് പോയിട്ട് വർഷയെ കാണുന്നു. വർഷ പറയും, വാ ശ്രീകാന്തെ നമുക്ക് വീട്ടിൽ പോകാൻ പറയുമ്പോൾ ശ്രീകാന്ത് പറയണു, ഞാൻ വരില്ല, വീട്ടിലേക്കോ എവിടേക്ക്, നിൻ്റെ വീട്ടിലേക്ക് എനിക്ക് അവിടേക്ക് വരാൻ പറ്റില്ല, കാരണം നിൻ്റെ അച്ഛനും അതും ഇതൊക്കെ പറയുമ്പോൾ എനിക്കത് കേൾക്കാൻ പറ്റില്ല, എനിക്ക് വരാൻ പറ്റില്ല, നീ എന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകണം അന്നേ വരുള്ളൂ എന്നൊക്കെ പറയണം. അപ്പോൾ ഇത് നിൻ്റെ വാശിയല്ല ശ്രീകാന്ത്, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കണം എന്നൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ കൂട്ടുകാരൻ വേണ്ടി പറയും, വേറെ ഒന്നും പറയണോണ്ട് വിചാരിക്കരുത് പക്ഷേ അവൻ ഇവിടെ 5-6 ആൾക്കാർ താമസിക്കുന്ന കുടിസ് റൂമിലാണ് താമസിക്കുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അവ ഇവിടെ താമസിക്കുന്നത് പറയണം. അപ്പോൾ വർഷ പറയാണ്, ശ്രീകാന്ത് നീ എന്തിനാ അങ്ങനെ വാശി പിടിക്കണം, നീ വാ, അപ്പോൾ ഞാൻ വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുള്ളൂ, നീ വരാതെ ഞാൻ അവിടേക്കും തിരിച്ചു പോവില്ലേ പറയണം. അപ്പോൾ വർഷ പറയൂ ശ്രീകാന്തിനോട്, വാ നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യം ഞാൻ പറഞ്ഞത്, കാര്യം
റോഷൻ വന്നിട്ട് വണ്ടി തടഞ്ഞതും അവളെ പിടിച്ചുകൊണ്ട് നോക്കിയത് സച്ചി വന്ന് രക്ഷിച്ചതൊക്കെ പറയും. കാര്യം നിൻ്റെ സച്ചിയേട്ടന് ഞാൻ എൻ്റെ അച്ഛനെ അടിച്ചതിന് മാപ്പ് കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷേ നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകണം, നമുക്ക് വീട്ടിൽ പോകാം, നമ്മുടെ വീട്ടിൽ പോകാമെന്നൊക്കെ പറയാം. അപ്പോൾ ശ്രീകാന്ത് പറയണ ഒരു 10 മിനിറ്റ് നിൽക്കുക, ഞാൻ ഇപ്പോൾ റെഡി ആയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്തും വർഷയും വീണ്ടും ഒരുമിച്ചു. അങ്ങനത്തെ കഥകളാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കഥകൾ കേട്ടിട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കണേ, അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ, ബൈ.